ഓം ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ സ്ഥൂലരൂപ വർണ്ണനയിൽ 39 മുതൽ 43 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. അമ്മയുടെ കേശാദിപാത വർണ്ണനയിൽ 39ാമത്തെ നാമമന്ത്രമായ കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദഭൂരുദ്വയാൻവിത, അമ്മയുടെ തുടകളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് കാമേശ്വരന് മാത്രം, സാക്ഷാൽ ശ്രീ പരമേശ്വരന് മാത്രം ജ്ഞാതമായ അറിയുന്ന അമ്മയുടെ ആ ഊരുദ്വയങ്ങൾ. അതിനുശേഷം 43ാമത്തെ നാമമന്ത്രമായ കൂർമ്മപൃഷ്ഠജൈഷ്ണു പ്രപദാൻവിത, അമ്മയുടെ പദദ്വയങ്ങളുടെ ആ കാലിൻ്റെ പുറം വടിവിനെ കുറിച്ചിട്ട്, ആമയുടെ മുതുകിനെ ജയിക്കുന്ന അമ്മയുടെ ആ പുറം വടിവിനെ കുറിച്ച്, ആ കാലിൻ്റെ പുറം വടിവിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ 44ാമത്തെ മന്ത്രം തുടങ്ങി 48ാമത്തെ നാമമന്ത്രം വരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം. നഖദീധി സംഛന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീമന്ദഗമന മഹാലാവണ്യശേവധി. അപ്പോൾ 44ാമത്തെ നാമമന്ത്രം നമുക്കൊന്ന് പദം പിരിച്ച് റിവേഴ്സ് ചൊല്ലി നോക്കാം. തമോ ഗുണ നമജ്ജന തമോ ഗുണ സംഛന്ന നമജ്ജന തമോ ഗുണ ദീധിതി സംഛന്ന നമജ്ജന തമോ ഗുണ നഖദീധിതി സംഛന്ന നമജ്ജന തമോ ഗുണ. അപ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നഖം ഖ ശ്രദ്ധിക്കണം. പിന്നെ ദീധിതി തായാണ് അവിടെ. അപ്പോൾ ആ ദീ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും. ദീധിതി. പിന്നെ സംഛന്നം അവിടെ ഛ ശ്രദ്ധിക്കണം. നമജ്ജന 2 ജകാരം വന്നതുകൊണ്ട് നല്ലൊന്ന് സ്ട്രെസ് ചെയ്തിട്ടാണ് ആ 2 ജകാരങ്ങൾ ഉച്ചരിക്കേണ്ടത്. നമജ്ജന തമോ ഗുണ. ഗുണ എന്നുള്ളത് നീട്ടേണ്ടതാണ്. ഞാൻ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ത്രീ ദേവതാ മന്ത്രമായതിനാൽ ഗുണ എന്ന് നീട്ടേണ്ടതാണ്. സ്ത്രീ ദേവതാ മന്ത്രങ്ങളെല്ലാം നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ ജപിക്കേണ്ടത്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ദീധിതി എന്നാൽ കിരണങ്ങൾ. അമ്മയുടെ നഖങ്ങളിൽ നിന്നും വരുന്ന ആ കിരണങ്ങൾ. ഛന്നം എന്നാൽ മറയ്ക്കപ്പെട്ട. ഇവിടെ സംഛന്നം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സമ്യക്കാവും വണ്ണം മറയ്ക്കുന്ന നമജ്ജനങ്ങൾ, അമ്മയുടെ പാദകമലങ്ങളിൽ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോടു കൂടിയവൾ. അതായത് ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നവരുടെ ഉള്ളിലുള്ള അജ്ഞാനരൂപമായ ഇരുട്ടിനെ ദേവിയുടെ പാദകമലങ്ങളിൽ, പാദനഖങ്ങളിൽ നിന്നും വരുന്ന കിരണങ്ങൾ നശിപ്പിക്കുന്നു എന്നാണ് വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ നമിക്കുന്നവർ സാധാരണക്കാരല്ല. സൃഷ്ടി നടത്തുന്ന ബ്രഹ്മദേവൻ, സ്ഥിതികാരകനായ വിഷ്ണു ഭഗവാൻ, ഇവരുടെയൊക്കെ തമോ ഗുണങ്ങളെ നശിപ്പിക്കുന്നത്, അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് അമ്മയുടെ നഖദീദികളാണ്. അമ്മയുടെ നഖങ്ങളിൽ നിന്നും വരുന്ന കിരണങ്ങളാണ് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. 45ാമത്തെ നാമമന്ത്രം സരോരുഹ പരാകൃത സരോരുഹ പ്രഭാജാല പരാകൃത സരോരുഹ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പദദ്വയം ദ പ്ലസ് വായാണ്. അപ്പം പദദ്വയ പ്രഭാജാലം. അഭ ഘോഷശബ്ദമാണ്, നമ്മൾ തൊണ്ട കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. പ്രഭാജാല പരാകൃതം. പരാകൃതമല്ല, പരാകൃതമാണ്, തായാണ്. സരോരുഹ എന്ന് നീട്ടേണ്ടതാണ്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം
അമ്മയുടെ പദദ്വയങ്ങൾ, രണ്ട് പാദങ്ങളിൽ നിന്നും തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ഓരോ മന്ത്രങ്ങളിലും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സഹസ്രാക്ഷി സഹസ്രപാദ്, അമ്മ 1000 പാദങ്ങളോട് കൂടിയവളാണ് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ രണ്ട് പാദകമലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 പാദങ്ങളുടെ പ്രഭാജാലത്താൽ, തേജോ സമൂഹത്താൽ പരാകൃതമായ, നിന്ദിക്കപ്പെട്ട താമരയോട് കൂടിയവൾ. അതായത് ദേവിയുടെ പാദങ്ങൾ, ആ പാദങ്ങളിൽ നിന്നും വരുന്ന പ്രഭാജാലത്തിൽ താമരയുടെ സൗന്ദര്യത്തെ പോലും നിന്ദിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ അമ്മയുടെ ആ പാദകമലങ്ങൾ സാക്ഷാൽ താമരയേക്കാളും സൗന്ദര്യവും മാർദ്ദവും ഉള്ളതാണെന്നാണ് വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി 46-ാമത്തെ നാമമന്ത്രം. ശ്രീപദാംബുജ മണ്ഡിത ശ്രീപദാംബുജ മണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ ശിഞ്ചാന മണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ. അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശിഞ്ചാനം, ഞാ പ്ലസ് ജായാണ് ശിഞ്ചാനം. അതുപോലെ തന്നെ മഞ്ജീരം, ഞാ പ്ലസ് ജ, മണിമഞ്ജീര. മണ്ഡിത, ഡായാണ് മണ്ഡിത ശ്രീപദാംബുജ. ഇവിടെ അംബുജ എന്ന് തന്നെ കേൾക്കണം. അതുകൊണ്ടാണ് ആ എന്ന അക്ഷരം മുകളിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ശ്രീപദാംബുജ എന്ന് തന്നെ കേൾക്കണം. മിക്ക ആളുകളും ചൊല്ലാറുള്ളത് ഷാക്ക് പരം സ ഉച്ചരിക്കാറുണ്ട്. ശ്രീ എന്ന് വരാറുണ്ട്. ശ്രീ അല്ല, ശ്രീ എന്ന് തന്നെ വരണം. ശ്രീ ശീൽക്കാര ശബ്ദമാണ്. ശ്രീ പദാംബുജ എന്ന് നീട്ടേണ്ടതാണ്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം, ശിഞ്ചാനങ്ങളായ കിലുങ്ങുന്ന മണിമഞ്ജീരങ്ങളാൽ, അതായത് മണികളോട് കൂടിയ പദഘടകങ്ങളാൽ. ഇവിടെ ചിലമ്പ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലമ്പിൻ്റെ ഉള്ളിലാണല്ലോ ഈ മണികൾ ഉണ്ടാവുക. അതുപോലെ മണ്ഡിതമായ, അലങ്കരിക്കപ്പെട്ട ശ്രീപദാംബുജങ്ങൾ, ഐശ്വര്യയുക്തമായ അമ്മയുടെ കാലുകൾ, ആ കാലുകളാകുന്ന താമരകളോട് കൂടിയവൾ എന്നാണ്. അതായത് അമ്മയുടെ, നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ആ പാദകമലങ്ങളിൽ ചാർത്തിയിരിക്കുന്ന ആ ചിലമ്പ്, അങ്ങനെ കിലുങ്ങുന്ന ആ ചിലമ്പും അമ്മ ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ധ്യാനിക്കാം. ഇനി 47-ാമത്തെ നാമമന്ത്രം. മരാളി മന്ദഗമന. ഇതിൽ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ദായാണ്, നാ പ്ലസ് ദായാണ്. ചന്ദനം എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൻ്റെ ആ ദായാണ് ഇവിടെ. നാ ദ, ചന്ദനം. അതുപോലെയാണ് ഇവിടെ മന്ദഗമന. നമ്മൾ അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി മന്ദഗമന എന്നൊന്നും ചൊല്ലരുത്. മന്ദഗമന എന്ന് നീട്ടേണ്ടതാണ്. ഇപ്പം മരാളി മന്ദഗമന എന്ന് പറഞ്ഞാൽ മരാളിയെ പോലെ, അരയന്നപ്പിടയെ പോലെ മന്ദമായ ഗതിയുള്ളവൾ. അല്ലെങ്കിൽ ഈ അരയന്നപ്പിടയുടെ ചലനത്തെ കവികളൊക്കെ ഉപമിച്ചിരിക്കുന്നത് സുന്ദരികളായ സ്ത്രീകളുടെ ചലനത്തോടാണ്. അപ്പോൾ ഇവിടെ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ അമ്മയുടെ ആ ചലനത്തെയും വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് മരാളിയുടെ അരയന്നത്തിൻ്റെ ചലന ഗതിയെയാണ്. അങ്ങനെയുള്ള അമ്മ. ഇനി 48-ാമത്തെ നാമമന്ത്രം. മഹാലാവണ്യ ശേവധി. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ശേവധി, ഒരു വിസർഗമുണ്ട് ഇവിടെ. അപ്പോൾ ശേവധി എന്ന് ചൊല്ലാം, അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയതുപോലെ മഹാലാവണ്യ ശേവധി എന്നും ചൊല്ലാം. രണ്ടായാലും തെറ്റില്ല. പക്ഷെ ശേവധി വിസർഗം എന്നാൽ വിടലാണ്. ഇതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ മഹാലാവണ്യത്തിന്, മഹത്തായ ലാവണ്യത്തിന്, ശ്രേഷ്ഠമായ അഴകിന് ശേവധിയായുള്ളവൾ, നിധിയായുള്ളവൾ, അങ്ങനെയുള്ള ആ അമ്മയ്ക്ക് നമസ്കാരം. ഇപ്പം എല്ലാവരും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അമ്മയുടെ ഈ മന്ത്രങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക.
അതിനായി സാക്ഷാൽ മഹാലാവണ്യ ശേവധി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മാത്രേ നമഃ.